പണിക്ക് പോകുമ്പോൾ അച്ഛൻ ഒന്നിച്ച് പോവും. അത് അവിടെ അച്ഛൻ കഴുങ്ങിന് കളക്കുന്നുണ്ടെങ്കിൽ അതേപോലെ അവനും ചെയ്യും. ഇപ്പം അവൻ നമ്മളെ വീട്ടിലാരും അങ്ങനത്തെ പോലെ തന്നെയാണ്. എവിടെയെങ്കിലും പോവും, പോയാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാണ്. അത് ഞങ്ങൾ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, അവിടെ വന്ന് കിടക്കും. എന്നാലും ഞങ്ങൾക്ക് അതിന് തടവി കൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളെ ഇട്ട് കുത്തും തടവി കൊടുത്തില്ലെങ്കിൽ. എത്ര ദൂരെ അവനുണ്ടെങ്കിൽ എൻ്റെ വിളി കേട്ടാൽ അന്നേരം ഓടി വരും. പട്ടി ഇവിടുത്തെ 2 പട്ടിയുണ്ട്, രണ്ടിനും നല്ല സ്നേഹമാണ്, ഒന്നിച്ചേ കിടക്കും. എവിടെയും പോകുമ്പോൾ കൂട്ടിയിട്ട് പോകും. വലിയവൻ്റെ അപ്പനാണെങ്കിൽ എവിടെയും പോവും, പോയാലും തിരിച്ച് വരും. ആരെങ്കിലും എറിഞ്ഞ് തച്ചോ പിടിക്കാതിരുന്നാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. കാട്ടുപന്നിയെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കുന്ന ഒരമ്മയുടെയും അമ്മ പറയുന്നതെല്ലാം അനുസരിക്കുകയും അമ്മയ്ക്ക് കാവലാവുകയും പണികളിൽ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കാട്ടുപന്നിയുടെയും ഹൃദയസ്പർശിയായ ഒരു കഥയാണിത്. കണ്ണൂർ പ്രാപ്പോയിലെ പെരുവക്കുണ്ടിലെ പുരയിൽ സരോജിനി അമ്മയുടെ മാതൃത്വം തുളുമ്പുന്ന സ്നേഹത്തിൻ്റെ കഥ. ഈ വീട്ടിലെ നായ്ക്കൾക്കും ഈ കാട്ടുപന്നി സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ്. ഒരു ചെറിയ കുഞ്ഞിനെ കിട്ടിയതാണ്. ഇപ്പം അവൻ നമ്മളെ വീട്ടിലാരും അങ്ങനത്തെ പോലെ തന്നെയാണ്. എവിടെയെങ്കിലും പോവും, പോയാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമാണ്. ഞങ്ങൾ അതിനെ അർജു എന്ന് വിളിക്കും. എവിടെ ഉണ്ടെങ്കിൽ അർജു എന്ന് വിളിച്ചാൽ ഓടി വരും. പിന്നെ പട്ടിയുടെ ഒന്നിച്ച് നല്ല കൂട്ടാണ്. എവിടെയും പോവുകയും ചെയ്യും, തിരിച്ചു വരികയും ചെയ്യും. പക്ഷേ 2 പ്രാവശ്യം വേറെ പട്ടികളുടെ കൂട്ടത്തിൽ പോയിട്ട് പരിക്കുകളോടെ തിരിച്ച് വന്നതാണ്. ഞങ്ങൾ അതിനെ ശുശ്രൂഷിച്ച് ഇത്തരത്തിലാക്കി എടുത്തു. തീറ്റ എല്ലാം തന്നു. ചോറാണ് അധികം കൊടുക്കുന്നത്. ചോറ് കൊടുക്കും, പിന്നെ എല്ലാം കൊടുക്കും. പിന്നെ വേസ്റ്റ് കോഴിയുടെ എല്ലാം കൊണ്ട് കൊടുത്താൽ തിന്നും. പട്ടി ഇവിടുത്തെ 2 പട്ടിയുണ്ട്, രണ്ടിനും നല്ല സ്നേഹമാണ്, ഒന്നിച്ചേ കിടക്കും. എവിടെയും പോകുമ്പോൾ കൂട്ടിയിട്ട് പോകും. വലിയവൻ്റെ അപ്പനാണെങ്കിൽ എവിടെയും പോവും, പോയാലും തിരിച്ച് വരും. ആരെങ്കിലും എറിഞ്ഞ് തച്ചോ പിടിക്കാതിരുന്നാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. പേര് വിളിക്കുമ്പോൾ അർജു എന്ന് വിളിച്ചാൽ മതി. അന്നേരം എവിടെ ഉണ്ടെങ്കിൽ അവൻ കേട്ടെങ്കിൽ അന്നേരം ഓടി വരും. വീട്ടിലിവിടെ എൻ്റെ ഭർത്താവും മകനും ഉണ്ട്. സാധാരണ ഒരു കർഷകനാണ്. പറമ്പിലൂടെ പണിക്ക് പോകുമ്പോൾ ഒന്നിച്ച് പോവും. പണിക്ക് പോകുമ്പോൾ അച്ഛൻ ഒന്നിച്ച് പോവും. അത് അവിടെ അച്ഛൻ കഴുങ്ങിന് കളക്കുന്നുണ്ടെങ്കിൽ അതേപോലെ അവനും ചെയ്യും. പിന്നെ മകനും അങ്ങനെ, അവനും ഭയങ്കര ഇഷ്ടമാണ്. സഹായിച്ചു കൊടുക്കും. അച്ഛൻ കത്തി എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടാൽ മതി, അന്നേരേ കൂട്ടത്തിൽ പോയിക്കോളും. അത് പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് എന്തെങ്കിലും വെള്ളം കളിച്ച് കൂട്ടി തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരും. നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അത് ഞങ്ങൾ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, അവിടെ വന്ന് കിടക്കും. എന്നാലും ഞങ്ങൾക്ക് അതിന് തടവി കൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളെ ഇട്ട് കുത്തും തടവി കൊടുത്തില്ലെങ്കിൽ. അന്നേരം അവിടെ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങിക്കൊള്ളും.
ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അവനും അവിടെ എഴുന്നേക്കും. കിടക്കുന്ന സിറ്റൗട്ട് കയറി കിടക്കും, അല്ലെങ്കിൽ ഒരു കട്ടിലുണ്ട് അപ്പുറം പഴയത്, അതിൻ്റെ മേലെ കയറി കിടക്കുന്നുണ്ട്. വെറുതെ അച്ഛൻ്റെ കൂട്ടത്തിൽ പോയാലും കാണാൻ നേരം വെറുതെ അർജുൻ ഒന്ന് വിളിച്ച അന്നേരം ഇവൻ ഓടി വന്നു. അന്നേരം പറഞ്ഞു നമുക്ക് ഇവന് അർജുൻ പേരിടാന്ന്. അങ്ങനെ അർജുൻ വിളിച്ച. അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മയ്ക്ക് കാവലായിട്ട് വരാറുണ്ടോ? കാവലായിട്ട് വരാറുണ്ട് വെച്ചാൽ എവിടെയൊക്കെ പോകുമ്പോൾ ഇവിടെ കാണാണ്ട പോലെ, ഇല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടത്തിൽ തന്നെ വരും. ഭക്ഷണമൊക്കെ എപ്പോഴാണ് അമ്മ കൊടുക്കുന്നത്? രാവിലെ എഴുന്നേറ്റാട് അവന് പഴഞ്ചോറ് കിട്ടിയില്ലെങ്കിൽ അവൻ ഒരു പണിയെടുക്കാൻ വിടൂല. പഴഞ്ചോറ് അവന് ഇഷ്ടം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് കാപ്പി പോലും വെക്കാൻ വിടും. പട്ടിര് കൂട്ടത്തിൽ പോവും. ഞാൻ റോഡേലും എല്ലായിടക്കും പോവും. പിന്നെ ഇനിയിപ്പോൾ ഇത് വലുതായാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ആള് വരുമ്പോൾ പേടിയാണ്. ഇപ്പോൾ നേരത്തെ ഒരു കുറച്ചാൾ കാട്ടുപന്നിയാന്ന് ഓർത്ത് അറിയാണ്ട് പിടിച്ച് തച്ചു. അതുകൊണ്ട് അതിന് പേടിയാണ് ആരെങ്കിലും വരുമ്പോൾ ഓടിപ്പോവും. അവരെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷമേ അവൻ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇത് മണം പിടിക്കും, നല്ലപോലെ മണം കൊണ്ട് തന്നെ മനസ്സിലാക്കുന്നത്. ഞാനെതിലേ പോയാലും കണ്ടില്ലെങ്കിലും മണം പിടിച്ച് ഓടി വരും. ഓട്ടോയെല്ലാം ഒന്ന് കണ്ടെങ്കിൽ കണ്ടെന്ന് അവർ അതുപോലെ ഓടി വരും ഞാൻ എതിലേ പോയാലും.